ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഒരു ഇനാഗുറൽ സെഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സെറ്റ് എക്സാം വരാൻ പോവുകയാണ്. ഒരുപാട് വിഷയങ്ങൾ അറബിക്കായാലും ജനറൽ ആയാലും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വളരെ ഷെഡ്യൂളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഫോക്കസിന്റെ കോച്ചിങ്ങിന്റെ ഒരു ആരംഭമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പരീക്ഷയെക്കുറിച്ചുള്ള കൃത്യമായ ഓറിയന്റേഷൻ അടങ്ങുന്ന ഒരു സെഷനാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കിൽ, എന്നാൽ നമ്മുടെ പരീക്ഷയ്ക്ക് മോട്ടീവായിട്ടുള്ള കുറഞ്ഞ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ സുലൈമാൻ സാറാണ്. സുലൈമാൻ സാറെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം പരീക്ഷ സംബന്ധമായുള്ള കൃത്യമായ ഓറിയന്റേഷനും അതിന്റെ രീതിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ചെറിയ ഭാഷണം ഖാലിദ് സാർ നടത്തും. പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കുറഞ്ഞ സമയത്തിനകം സാറ് അനുവദിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പ്രഭാഷണം നിങ്ങൾ നല്ല നിലയ്ക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് പറയുകയാണ്. പിന്നെ അതിനുശേഷം കുറഞ്ഞ വാക്കുകളിൽ നസറുദ്ദീൻ സാറും സംസാരിക്കും. ഇത്ര മാത്രമാണ് കുറഞ്ഞ സമയത്തിനകത്തുള്ള നമ്മുടെ ഇന്നത്തെ ചടങ്ങ്. അത് കഴിഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായ ഷെഡ്യൂളോടുകൂടെ അറബിക്കിലും ജനറലിലും നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ഒരു സംഗമത്തിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ ഈ സംഗമത്തിന് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഡോക്ടർ സുലൈമാൻ സാറെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ ആദരണീയരായ ഫോക്കസിന്റെ അഡ്മിൻസ്, സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഉസാമ റഹ്മാൻ സാർ, പുതിയതായും പഴയതായും ഫോക്കസിലെ പഠനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നമ്മളോട് ഒത്തുയിരിക്കുന്ന ഫോക്കസിലെ കുടുംബാംഗങ്ങളെ, എണ്ണം കൊണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് ആരംഭിച്ചത് കൊണ്ടും തുടർച്ചയായിട്ടുള്ള എക്സാമുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടും വെക്കേഷൻ മറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളോട് വന്ന് ചേരാനുണ്ട്. പക്ഷെ നമ്മൾ അവരൊന്നും കാത്തു നിൽക്കാതെ വന്നിരിക്കുന്ന താല്പര്യം പ്രകടിപ്പിച്ച് എത്തിയിട്ടുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് കോച്ചിങ് ആരംഭിച്ച് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നേരത്തെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഔപചാരികമായിട്ട് നമ്മളൊരു നല്ല തുടക്കം, അല്ലെ, എപ്പോഴായാലും നമ്മളൊരു തുടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇതൊരു പ്രോഗ്രാം ഒരു ഔപചാരികമായി തുടങ്ങുക എന്ന അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം അവിടെ സമാരംഭം കുറിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജസ്റ്റ് ഒന്ന് സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടി ഒരു മോട്ടീവ് ആവുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് കൂടി ഒരു ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ച് ഞാൻ എൻ്റെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കും. ആമുഖമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമത്തിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ തുടക്കം കുറിച്ചതായിട്ട് അറിയിക്കുകയാണ്. ഫോക്കസിന്റെ പ്രോഗ്രാമുകൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് പക്ഷികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ രണ്ട് പക്ഷികളിൽ നിങ്ങൾ ആരാണെന്നുള്ളതാണ്. കാക്കയാണോ അതോ പരുന്താണോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഓക്കെ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനാണ് പറയല്. പക്ഷെ ഇനിയിപ്പോ ഞാൻ ഫുൾ സ്ക്രീൻ ഇട്ടതുകൊണ്ട് പരുന്തിന്റെ കൂടെ ഒരാള്, പിന്നെ തരാനാ പരുന്തിന്റെ കൂടെയാണ്. ഓക്കെ, പരുന്തിന്റെ കൂടെ ഉള്ള ആള്. കാക്കന്റെ കൂടെ ആരുമില്ല. ഒരു ചെറിയൊരു നമ്മുടെ സുപരിചിതമായ, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പക്ഷികളിലൂടെ നമ്മളൊന്ന് കടന്നു പോവാണ്. എല്ലാവരും പരുന്തിന്റെ കൂടെയാണ്. പക്ഷേ നമ്മൾ ചിലപ്പോഴും കാക്കന്റെ സ്ഥാനത്ത് നമ്മൾ എത്താറുണ്ട്. കാക്കന്റെയും പരുന്തിന്റെ ഒക്കെ സ്ഥാനത്ത് നമുക്ക് അതിലേക്ക് എത്താം. അപ്പം നമ്മൾ ഇതിൽ ഏത് സ്ഥാനത്താണെന്ന് വിലയിരുത്തി നമുക്ക് പോവാം. ഈ സെറ്റ് എക്സാമിലേക്ക്, എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് കടക്കുന്ന നമുക്കും ഒരു പ്രചോദനമായിക്കൊണ്ട് ഒരു ഗ്രാമത്തിലുള്ള ഒരു പ്രദേശത്ത് ഒരു ആവാസ വ്യവസ്ഥയിൽ വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് തൻ്റെതായ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആകാശത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പരുന്ത്
പറന്ന് ഉയർന്ന് അതിൻ്റെതായ അഭ്യാസങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു കാക്ക തന്നെ പിന്നാലെ കൂടി തന്റെ പിന്നാലെ കൂടി കൊത്തി മുറിവേൽപ്പിക്കുന്നു. തന്നെ പറക്കുന്ന തന്റെ അഭ്യാസങ്ങൾ കാണിക്കുന്നതിന് എതിരാവുന്നു. മറ്റു കാക്കകളെ കൂടി അത് അവനെ ഉപദ്രവിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. പല ശബ്ദങ്ങളും ഉണ്ടാക്കി കളിയാക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഈ പരുന്തിന് ഒരു കുലുക്കുമില്ല. പരുന്തൊന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. പരുന്ത് ചെയ്യുന്നത് ഇത്ര മാത്രം. അപകടങ്ങൾ ഈ ഒരു പ്രയാസങ്ങൾ കൂടുന്നതിനനുസരിച്ച് പരുന്ത് മുകളിലോട്ട് പാറുകയാണ്. കിട്ടുന്ന അത് പാറിക്കൊണ്ടിരിക്കുന്ന കുറച്ചും കൂടി മുകളിലേക്ക്, വിധാനത്തിലേക്ക്, മേഘത്തിലേക്ക് പാറി പറക്കുകയാണ്. അവിടെ നിന്ന് എത്തുമ്പോൾ പല കാക്കകളും പാതി വഴിയിൽ എന്ത് ചെയ്യാണ്, അവർക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അവർക്ക് അവിടുത്തെ ചൂട് പറ്റുന്നില്ല. അവിടുന്ന് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ കാറ്റ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. പല പ്രശ്നങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പിന്മാറി കാക്കകൾ മൊത്തം പോവുകയാണ്. ഇവനിങ്ങനെ മുകളിലോട്ട് പോവാണ്. അല്ലെ? എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ കൂടുതൽ പറയേണ്ടതൊന്നുമില്ല. അപ്പം എന്താണ് ഇപ്പൊ ഇവിടെ പഠിപ്പിച്ചിരുന്നത്? സത്യത്തിൽ ഇവിടെ ഈ ഒരു കഥയിൽ പറയുന്ന സ്റ്റോറി എന്താ? നമ്മളെ പിന്നാലെ കുറെ കാക്കമാരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാക്കന്റെ സ്ഥാനത്തേക്കും ഒരാളെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് വട്ടം കറക്കാൻ വേണ്ടി, അവൻ എന്തെങ്കിലും പറഞ്ഞതിൽ അവന് ക്രോസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഡെയിലി വേജ് ഒക്കെ ആയിട്ട് ഗസ്റ്റ് ഒക്കെ ആയിട്ട് എത്തുമ്പോൾ തൊട്ട് മുകളിലുള്ള ആള് അവനിങ്ങനെ വട്ടം കറക്കും. കാരണം അവൻ കുറച്ച് മുകളിലാണ്, അവന് കുറച്ച് പവർ ഉണ്ട്, അവനൊരു പെർമനന്റ് ജോബ് ഉണ്ട്, അവനൊരു പെർമനന്റ് പൊസിഷനിലാണ്. പൊസിഷനും മറ്റൊക്കെ വരുമ്പോ അങ്ങനെ താഴത്തുള്ള ആളുകളൊക്കെ ഒന്ന് കൊത്തി നോക്കാൻ, ഒന്ന് തട്ടി ഒന്ന് ഇതാക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കാക്ക തന്റെ പിന്നാലെ വരുന്നതിനനുസരിച്ച് മുകളിലോട്ട് പോയിട്ടാണ് ആ പ്രതികാരം അവിടെ തീർക്കുന്നത്, അല്ലെങ്കിൽ വിജയിക്കുന്നത്. ഒന്നും സംസാരിച്ചിട്ടല്ല, തിരിച്ച് ആക്രമിച്ചിട്ടല്ല, മറിച്ച് വളരെ പക്വമായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടാണ് ആ പിന്നിൽ തന്നെ ഇങ്ങനെ പരിഹസിച്ചിരുന്ന ആള്. രണ്ട് രൂപത്തിലാണ്. ഒന്ന് ചില ആളുകളാണ് കുടുംബത്തിലുള്ള ആളുകൾ, അതേപോലെ തന്നെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അവർ കുറെ കാക്കമാരെന്ന് പറയില്ല നമ്മള്, നാടൻ കാക്കമാരുടെ ഇടപെടലായിട്ട് അങ്ങനത്തെ അപ്പൊ അവിടെ അങ്ങനത്തെ നമ്മൾ അങ്ങനെ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ആളുകള്, ഒരു ഗ്യാങ്, ഒരു ടീം, ഇങ്ങനത്തെ ഒക്കെ ടീമായിരിക്കും ഒരു പക്ഷെ ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ചില ചലഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ചലഞ്ചസ് ഏറ്റെടുത്തിട്ടല്ലാതെ, അല്ലെങ്കിൽ ആ കാക്കമാരുടെ നേരത്തെ പറഞ്ഞ ആ പീപ്പിൾസിന്റെ അവരെ ഓവർടേക്ക് ചെയ്ത് ഉയരങ്ങളിൽ എത്തിയിട്ടല്ലാതെ, പൊസിഷൻ കൊണ്ട്, ജോലി കൊണ്ട്, അറിവ് കൊണ്ട്, വിജ്ഞാനം കൊണ്ട് ഓരോ മുകളിൽ എത്തിയിട്ടല്ലാതെ നമ്മൾ എങ്ങനെ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റൊന്നും കാര്യമില്ല. ഒരു പക്ഷെ അവർ ഗ്യാങ് ആയിരിക്കും. നമ്മളെക്കാട്ടിലും നമ്മളെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടും. അവിടെ നമ്മൾ അവരൊക്കെ പരാജയപ്പെടുത്തി മുന്നേറാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ വളരണം, നമ്മൾ അപ്ഡേറ്റ് ആവണം, നമ്മൾ ഇതാവണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ചില ചലഞ്ചസ് ഏറ്റെടുക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് സെറ്റ് എക്സാമിലേക്ക് ഈ തുടക്കത്തിൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങളുമായി സംസാരിക്കുന്നത്. ആ ഒരു ചലഞ്ച്, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. ഒരു ചലഞ്ചായിട്ട് എടുക്കാൻ പറ്റണം. ഏതൊരാൾക്കും. ഞാനിങ്ങനെ ഒരു മോട്ടിവേഷൻ കഥ പറഞ്ഞു തരുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ കഥ കേൾക്കുമ്പോൾ മോട്ടിവേറ്റഡ് ആവാൻ ഏതൊരാൾക്കും കഴിയും. പക്ഷെ എന്ത് ചെയ്യണം? ആ മോട്ടിവേറ്റഡ് ആയിട്ട് അതിനനുസരിച്ച് വളരാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആർക്ക് പറ്റും എന്നുള്ളതാണ്. ആർക്കാണ് ഈ 3 മാസം കൊണ്ട് സെറ്റ് നേടാൻ പറ്റുക? ആർക്കാണ് സാധിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ആരെ കൊണ്ട് സാധിക്കും? ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ആരെ കൊണ്ട് സാധിക്കും? എന്നെ കൊണ്ട് കഴിയോ? എന്നെ കൊണ്ട് പണിയെടുക്കാൻ കഴിയോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ലൈഫ് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ? എന്നിട്ട് ഒരു സെറ്റ് എക്സാം മാത്രമല്ല, അതിലപ്പുറം ടോട്ടലി നമ്മളത് സെറ്റ് ആവാനുള്ള ഒരു ശ്രമം നടത്തുക. അതിനാണ്. അപ്പം വെറുതെ ഒരു വീഡിയോ കേട്ട്, ഒരു ക്ലാസ് കേട്ട് മോട്ടീവ് ആവലല്ല. അത് ആർക്കും കഴിയും. സ്വയം മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളായി ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അത് നേടാനുള്ള പണിയെടുക്കുക. അതാണ് ഇതിൽ വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? സെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ സെറ്റ് ആവുക. അല്ലെ? ഏതൊരു സാധനം, ഒരു ചെറിയ സംഗതി, ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ കേക്ക്, അതൊന്ന് സെറ്റ് ആവാനുണ്ട്. ഓരോന്നോരോന്ന് സെറ്റാക്കി വെക്കലുണ്ട്, ഒക്കെ അടുക്കി വെക്കാറുണ്ട്. അതുപോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് സെറ്റ് നേടുക. അതിലപ്പുറം ലൈഫ് തന്നെ സെറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല വിജയ നാളുകൾ പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അടുത്ത
അടുത്ത ജൂണിനൊക്കെ ശേഷം നല്ല ഒരു പൊസിഷൻ, ഒരു പരുന്തിന്റെ പൊസിഷനിൽ എത്തിയിട്ട് വളരാൻ സാധിക്കട്ടെ എന്ന് എല്ലാ ആളുകൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അഡ്മിൻസ്, പ്രിയപ്പെട്ട ഫോക്കസ് അക്കാഡമിയിലെ സെറ്റ് പഠിതാക്കളെ, എല്ലാവർക്കും ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സുലൈമാൻ സാർ സൂചിപ്പിച്ച പോലെ, അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനും ഈ ഒരു സെറ്റ് കോച്ചിങ്ങിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ഉസാമ റഹ്മാനി സാറ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു തുടക്കത്തിലാണുള്ളത്. സ്വാഭാവികമായിട്ടും ഫോക്കസ് അക്കാഡമിയുടെ വിവിധ കോഴ്സുകളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സെറ്റ് കോഴ്സിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പുതുതായി ഈ ഒരു കോഴ്സിൽ മാത്രം ജോയിൻ ചെയ്ത ആളുകളുണ്ടാവും. ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് അറബിക്കിൻ്റെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് ആളുകളുള്ള ബാച്ചാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അതായത് PSC, നെറ്റ്, കേട്ടറ്റ് ഈ 3 ബാച്ചുകളെ അപേക്ഷിച്ച് വളരെ കുറവ് ആളുകളാണ് ഈ ഒരു സെറ്റ് കോച്ചിങ്ങിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഒരു വേള നമ്മുടെ കോച്ചിങ്ങിൻ്റെ നടത്തിപ്പിന് പോലും നമ്മൾ മറ്റു കോച്ചിങ്ങുകളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ മറ്റു ബാച്ചുകളിൽ നിന്ന് ലഭിക്കുന്ന തുക ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെറ്റിൻ്റെ കോച്ചിങ് മുന്നോട്ട് പോകാറുള്ളത്. കാരണം അധ്യാപകർക്ക് സ്വാഭാവികമായിട്ടും ആരായിരുന്നാലും ക്ലാസ് എടുക്കുന്നവർക്ക് അതിൻ്റേതായ വേതനവും അതുപോലെ തന്നെ മറ്റു ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്ന ചെലവുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ PSC, നെറ്റ്, കേട്ടറ്റ് തുടങ്ങിയ നമ്മുടെ ബാച്ചുകളിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. ഇതെന്തിനാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് വെച്ചാൽ, നമ്മൾ വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് നടത്തുന്ന ഒരു കോഴ്സാണത്. അതായത് MA അറബിക്കും B.Ed ഉണ്ടായിട്ടും വിവിധ വർഷങ്ങളിൽ ഒരുപാട് തവണയൊക്കെ സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ലഭിക്കാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ 2023 ഒരു HSST അറബിക് എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി ഇൻഷാ അള്ളാ അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ അടുത്ത് തന്നെ മെയിൻ ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും 1-2 വർഷങ്ങൾക്ക് ശേഷം അടുത്ത ഒരു HSST എക്സാമിനേഷൻ വരുമ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്ത് ആ ഒരു എക്സാമിനേഷനിൽ ആദ്യ റാങ്കുകളിൽ എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. ഇതുപോലെ സമാന മനസ്കരായ ഒരുപാട് ആളുകളുടെ ആവശ്യം കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപക്ഷെ ലൈവ് ക്ലാസ്സുകളിൽ എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ സമയം ജോയിൻ ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും പരമാവധി ഞാൻ അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് ഇതിൻ്റെ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ലൈവ് ക്ലാസ്സുകളിൽ എന്തായിരുന്നാലും നിങ്ങളൊക്കെ ലൈവായി തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇതിലിപ്പോൾ സെറ്റ് അറബിക് പേപ്പറിന് ജോയിൻ ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ ജനറൽ പേപ്പറിന് മാത്രമായി ജോയിൻ ചെയ്ത ആളുകൾ, രണ്ടിനും കൂടി ജോയിൻ ചെയ്ത ആളുകൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, 2 പേപ്പറും നമ്മൾ ഒരുപോലെ നോക്കിയാൽ മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എളുപ്പമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ. എന്നാലും ഒന്നുകൂടെ അത് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നമുക്കുണ്ടാവേണ്ടത്
ഒന്ന് ആഗ്രഹം തന്നെയാണ്. ആ ആഗ്രഹം സാക്ഷാത്കരിക്കുക എന്നുള്ളിടത്താണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ മാത്രമാണ് നമുക്ക് വിജയമുണ്ടാവുന്നത്. അപ്പം അതിന് ആദ്യം ഉണ്ടാവേണ്ടത് നമുക്ക് ആഗ്രഹം എന്തായിരുന്നാലും ഉണ്ട്. അതോടൊപ്പം നമ്മൾ ആ സെറ്റ് ക്വാളിഫൈ ചെയ്യും എന്നുള്ള എയിം അല്ലെങ്കിൽ ഗോള് നമ്മൾ സെറ്റ് ചെയ്ത കാര്യത്തെ സാക്ഷാത്കരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത് ആ ഗോൾ സെറ്റ് ചെയ്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഏതൊരു നമ്മുടെ ആഗ്രഹമായിരുന്നാലും വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് പണിയെടുക്കുക. നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് ദിവസങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. മാസങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും ദിവസങ്ങൾ എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ആ ദിവസങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ ആ ഒരു ഗോള് സാക്ഷാത്കരിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കുന്നത്. അത് നിങ്ങളെ പ്രത്യേകമായി അറിയിക്കേണ്ടതില്ല. എന്നാലും തുടക്കത്തിൽ എന്ന അർത്ഥത്തിലാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായി ഓരോ ദിവസവും ഒന്നുകിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, അത് ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കും. മോഡൽ ടെസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതിപ്പോൾ വളരെ പ്രധാനമാണ്. എന്ന് വെച്ചാൽ PYQ, നമ്മുടെ സെറ്റിന്റെ PYQ പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, സിലബസ് നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ സിലബസ് നന്നായിട്ട് നോക്കുക. മറ്റൊന്ന്, ആ സിലബസ് പ്രകാരം തന്നെയാണോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ ഭാഗങ്ങൾ വായിച്ചു പോവുക എന്നതിലപ്പുറം ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എക്സാമിനേഷൻ ഒന്നുകൂടെ സഹായകമാവാം. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ സമീപകാലത്ത് നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനവും കൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതിലാദ്യം ഇപ്പോൾ സമീപമായി നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതുപോലെ തന്നെ അതിനു മുമ്പ് ഓൾറെഡി നടന്ന പിന്നെ സെറ്റിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ, അതൊക്കെ ഒന്നുകിൽ റെക്കോർഡഡ് സെഷൻസ്, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഒരു ഗോള് നേടുക എന്നുള്ളിടത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കാം. അപ്പൊ അതിന് ഒന്നുണ്ടാവേണ്ടത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം. നമ്മളിപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്താൽ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യാറുള്ളത് ഒന്നുകിൽ നമ്മൾ സ്റ്റാറ്റസിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഒക്കെ നമ്മൾ അറിയിക്കും. അത് നമ്മൾ ആ സെറ്റ് ജൂലൈയിൽ നമ്മൾ എക്സാം എഴുതി 1-2 മാസങ്ങൾക്കുള്ളിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ രൂപത്തിൽ സ്റ്റാറ്റസ് വെക്കുന്നത്, മറ്റുള്ളവരെ അറിയിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാവണം ഇനിയുള്ള ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അതെന്തിനെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവുക. എവിടെ ഏതൊരു സമയത്ത് ഒഴിവ് കിട്ടിയാലും, ഇനി ഒഴിവില്ലെങ്കിലും ചെറിയൊരു സമയം ഒഴിവ് കണ്ടെത്തിക്കൊണ്ട് ഒന്നുകിൽ കഴിയുന്നതും നമ്മൾ ലൈവ് സെഷനിൽ, ഇനി അഥവാ ഒരു ദിവസം ലൈവ് സെഷനിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതാത് ദിവസം വന്ന റെക്കോർഡഡ് വീഡിയോ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തി അത് കേൾക്കാനും ഫോളോ ചെയ്യാനും മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തിയെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഗോള് സെറ്റ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്യുന്നിടത്തേക്ക്, ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കാം. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തോളും, അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പ്രിപ്പയർഡായി ആ ഒരു സെറ്റ് പിന്നെ സാക്ഷാത്കരിക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. 2 പേപ്പറുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ 2 പേപ്പറിലും, പേപ്പർ 1ലും പേപ്പർ 2ലും 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ പേപ്പർ 1 ആയിരുന്നാലും 2 ആയിരുന്നാലും രണ്ടിലുമുള്ളത് ഏകദേശം ഈ പറഞ്ഞ പോലെ 120 ക്വസ്റ്റ്യനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല OMR ഷീറ്റിലൂടെയാണ് നമ്മുടെ എക്സാം വരുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകത ഈ പറഞ്ഞ പോലെ തന്നെ 240 ക്വസ്റ്റ്യൻ
നമുക്കുണ്ട്. പക്ഷേ ആ 240 ക്വസ്റ്റ്യനിലും ഇപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കില്ല. അപ്പൊ അതുകൊണ്ട് 240 ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാം, ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. പക്ഷേ അവിടെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നോ ഇല്ലേ എന്നുള്ളിടത്താണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. കാരണം പലപ്പോഴും സെറ്റിന്റെ റിസൾട്ട് വരുന്നിടത്ത് മറ്റു അറബി കോമ്പറ്റേറ്റീവ് എക്സാമുകളെ അപേക്ഷിച്ച് ഈ ഒരു നെറ്റ്, അതേപോലെ തന്നെ കേട്ടറ്റ് തുടങ്ങിയ എക്സാമുകളെ അപേക്ഷിച്ച് ഒന്നുകൂടെ സെറ്റ് എക്സാമിന്റെ റിസൾട്ടിന്റെ പേഴ്സൻറ്റേജ് സാധാരണഗതിയിൽ കുറവാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു മൈൻഡോട് കൂടി നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണരുത്. നമുക്കിപ്പോ ക്വാളിഫൈ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പേപ്പർ 1ലും പേപ്പർ 2ലും നമുക്ക് ടോട്ടൽ ലഭിക്കേണ്ടത് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഓരോ പേപ്പറിലും ലഭിക്കേണ്ടത് 120 മാർക്കിന്റെ 40% ആണ് ലഭിക്കേണ്ടത്. എന്ന് വെച്ചാൽ 48 മാർക്ക്. ഇനി മിക്കവാറും നമ്മളൊക്കെ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് 35%. 42 മാർക്കാണ് നമുക്ക് ഓരോ പേപ്പറിലും ലഭിക്കേണ്ടത്. പേപ്പർ 1ലും അതുപോലെ തന്നെ പേപ്പർ 2ലും നമുക്ക് ലഭിക്കേണ്ടത്. ഇനി അത് ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നത് വെച്ചാൽ 240 നോക്കുകയാണെങ്കിൽ 2 പേപ്പറും കൂടെ കൂട്ടുമ്പോൾ 240 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 240ന്റെ 48% ജനറൽ വിഭാഗത്തിനും OBCക്കാർക്ക് 45% മാർക്കുമാണ് ലഭിക്കേണ്ടത്. എന്ന് വെച്ചാൽ 108 മാർക്ക് ലഭിക്കണം. അപ്പോ മിനിമം ഒരു പേപ്പറിൽ 35%, 2 പേപ്പറും കൂടെ കൂട്ടിയാൽ 45% മാർക്ക് ലഭിച്ചാലാണ്, അഥവാ 108 മാർക്ക് 240 ലഭിച്ചാലാണ് നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്യുക. ഇനിയിപ്പോൾ അതിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ കൺസെഷൻ ഉണ്ട്. 96 മാർക്ക് അവർക്ക് 2 പേപ്പറിലും കൂടെ ലഭിച്ചാൽ മതി. അപ്പൊ അതിൽ ചിലപ്പോൾ അറബിക്കിൽ നന്നായി കോൺഫിഡൻ്റ് ഉള്ള, അല്ലെങ്കിൽ അതിൽ നന്നായിട്ട് അറിവുള്ള ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറഞ്ഞ 108 എന്നുള്ളതിൽ 120ലാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു പേപ്പർ നമുക്ക് ഈ പറഞ്ഞ മാർക്ക് ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്ത പേപ്പറും ടോട്ടൽ 240 എന്നുള്ളത് നമുക്ക് 120 തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു 60 മാർക്ക് നമുക്ക് ലഭിച്ചാൽ പിന്നെ മറ്റേ പേപ്പറിൽ നിന്ന് അത് ഈ 108ലേക്ക് എത്താവുന്ന മാർക്കേ നമുക്ക് നേടേണ്ടതുള്ളൂ. ഇനി അതല്ല ഒരാൾക്ക് 70 അല്ലെങ്കിൽ 80 മാർക്ക് ലഭിച്ചാൽ ആ കറക്റ്റ് ഏകദേശം പിന്നെ ഈ പറഞ്ഞ 35% മാർക്ക് ലഭിച്ചാൽ തന്നെ മിക്കവാറും നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അത് നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ അറബിക്കിൽ ഒരാൾക്ക് അത്ര തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ജനറലിലാണ് അയാൾക്ക് ഒന്നുകൂടെ ഐഡിയ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ജനറലിൽ കൂടുതൽ മാർക്കും അറബിക്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഇതേപോലെ മിനിമം മാർക്കായിട്ടുള്ള 35% മാർക്കും ലഭിച്ചാൽ മതി. എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാണ്, 120ൽ 120ഉം ഒരു വിഷയത്തിൽ ലഭിച്ചു, മറ്റേതിൽ ഒരു 30% ലഭിച്ചിട്ടുള്ളൂ. ടോട്ടലി കൂട്ടിയാൽ ഒരു പക്ഷേ അയാൾക്ക് 140ഉം അല്ല 120ഉം പിന്നെ ഏകദേശം ഒരു 150ലധികം മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ശരി അയാൾ ക്വാളിഫൈ ആവുകയില്ല. എന്ന് വെച്ചാൽ മിനിമം 2ലും എന്ത് ചെയ്യണം, 35% ലഭിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ കോൺഫിഡൻ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ നന്നായി നിപുണരാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മറ്റൊരു പേപ്പർ അവഗണിക്കരുത്. 2 പേപ്പറും നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കണം. പലർക്കും സംഭവിക്കാറുള്ളത് അറബിക്കിൽ അത്യാവശ്യം PSCക്കും മറ്റൊക്കെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് അതിൽ നന്നായിട്ട് നോക്കും, പക്ഷേ ജനറൽ പേപ്പർ അവഗണിച്ച് അവസാന ദിനങ്ങളിൽ മാത്രം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ആയിക്കൂടാ, മറിച്ച് ജനറൽ പേപ്പർ കൂടി നമ്മൾ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണണമെന്ന് ഓർമ്മപ്പെടുത്താണ്. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇപ്പൊ പറയുന്നില്ല, അതിന്റെ PDF ഇൻഷാല്ലാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും സിലബസ് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിലിപ്പോ അറബിക്കിന്റെ സിലബസ് മാത്രം ജസ്റ്റ് ഒന്ന്, അതിന്റെ 1ാമത്തെ യൂണിറ്റ് വരുന്നത് അറബിക് പോയട്രി ആണ്. അപ്പൊ അതിൽ അറബിക് പോയട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം താരീഖുൽ അദബുൽ അറബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ഭാഗമാണ് പോയട്രി എന്ന് പറയുന്നത്. പ്രോസും പോയട്രിയാണ് നമുക്ക് കാര്യമായിട്ടും ലിറ്ററേച്ചറിൽ പഠിക്കാനുള്ളത്. അതിൽ പ്രീ ഇസ്ലാമിക് പീരീഡ് മുതൽക്ക് ഇങ്ങോട്ട് മോഡേൺ പീരീഡ് വരെയുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യ മേഖലയാണ്, അറബി സാഹിത്യ മേഖലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ സാധാരണ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും പഠിക്കുന്ന ഏരിയയാണ് ജാഹിലി ലിറ്ററേച്ചർ, പ്രീ ഇസ്ലാമിക് പീരീഡ് എന്ന് പറയുന്ന ഏരിയ. അതിൽ മുഅല്ലഖാത്ത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. അതിൽ സിലബസിൽ നൽകിയിട്ടുള്ളത് ഇമ്രുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമ, ലബീദ് ബിൻ റബിയ, ഈ 3 ആളുകളെയാണ് സിലബസിൽ നൽകിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത് 2 പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിട്ടാണ് എഴുതുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ പിന്നെ MA BEd ആണ് നമ്മുടെ ഇത് ഈ ഒരു എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ. ഒന്നുകിൽ MA കംപ്ലീറ്റ് ആവണം, എന്നിട്ട് BEd ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ആളുകൾക്കാണ് സെറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതല്ലെങ്കിൽ BEd കംപ്ലീറ്റ് ആയി MA ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു സെറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ BEdും MAയും ഉള്ള ആളുകൾ എഴുതുന്ന ഒരു എക്സാം എന്ന നിലയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് പേപ്പറിൻ്റെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുക എന്നുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സിലബസിൽ കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് മാത്രമാവില്ല എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ സിലബസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇമ്രുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമ, ലബീദ് ബിൻ റബിയ, ഈ 3 ആളുകളല്ലാതെ പ്രധാനപ്പെട്ട മറ്റു ഒരു 7 ആളുകൾ കൂടെ മുഅല്ലഖാത്തിൽ തന്നെ മുഅല്ലഖാത്തുൽ അഷർ എന്ന വിഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ നാബിഗത്ത് ദുബിയാനി. ഈ നാബിഗത്ത് ദുബിയാനിയെ കുറിച്ച് മിക്കവാറും സെറ്റ് എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നാബിഗ പിന്നെ നമുക്ക് വേറെ ഏരിയയിൽ കൂടി, എന്ന് വെച്ചാൽ യൂണിറ്റ് 4 ക്രിട്ടിസിസവുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പോൾ ഇതിൽ ആയിഷയെക്കുറിച്ചും മിക്കവാറും സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളായിരിക്കും. ഈ സിലബസിൽ പറയപ്പെട്ട ആളുകൾക്ക് പുറമെ പ്രധാനമായി വരുന്ന ആളുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ അറബിക്കുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇനി ജനറൽ പേപ്പറിന് ജോയിൻ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഏരിയയിൽ ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടേതായ നല്ല ഒരു ഫോളോ അപ്പ് ഇതിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. MA അതുപോലെ തന്നെ BEd കഴിഞ്ഞ അല്ലെങ്കിൽ അത് ക്വാളിഫൈ ചെയ്ത ആളുകളുടെ ഒരു എക്സാം എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ പരിശോധിച്ച ആളുകൾ തന്നെയാണ് നിങ്ങൾ. എന്നിരുന്നാലും ഒരു 4-5 ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഒന്ന് നമുക്കിപ്പോൾ ഈ ഒരു സെറ്റ് എക്സാമിന് വന്നതുമായി ബന്ധപ്പെട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ 2020 സെറ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, എന്നാലും പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാം. മഅറക മിൻ അയ്യാമിൽ അറബ് വഖഅത് ബൈനൽ ഖബീലത്തൈൻ ബക്കർ വതഗ്ലബ്. ഈ ക്വസ്റ്റ്യൻ കാണിച്ചതിന് ഒരു പ്രത്യേകമായ കാരണവും കൂടിയുണ്ട്. മിക്കവാറും ഈ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ അറബിക് PSC എഴുതുന്ന ആളുകളായിരിക്കും, ഇന്നലെ LP എക്സാമിനേഷൻ എഴുതിയ ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഭാഗവും നമുക്കൊരിക്കലും നഷ്ടമാവുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ CV-യിൽ സെറ്റ് കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അടുത്ത ഒരു HSST എക്സാമിനേഷൻ വരുമ്പോൾ അതിലെന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതേപോലെ PSC-യിലൂടെ തന്നെ എന്ത് ചെയ്യണം, ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരാവാൻ സാധിക്കണം എന്നുള്ളത് കൂടിയാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിനും നമുക്ക് ആ ഒരു HSST എക്സാമിനേഷന് വേണ്ടിയിട്ടും നമുക്ക് പഠിക്കാനുള്ള ഏരിയ തന്നെയാണ് നിങ്ങൾ സെറ്റിന് പഠിക്കുന്നതും. അപ്പോൾ കൃത്യമായി നല്ലൊരു നോട്ട് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും അത് പ്രയോജനപ്പെടും. ഇപ്പം ഇന്നലെ
ഇതേ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, LP എക്സാമിനേഷന് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് 2018 ഏകദേശം അക്കാലഘട്ടത്തിലെ അയ്യാമുൽ അറബ് അതുമായി ബന്ധപ്പെട്ട അഥവാ ജാഹിലി കാലഘട്ടത്തിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ആകെ നമുക്ക് 4 യുദ്ധങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ആ ഒരു ജാഹിലി കാലഘട്ടത്തിൽ നോക്കേണ്ടതുള്ളൂ. നമ്മൾ ഓർത്തു വെക്കേണ്ട 4 യുദ്ധങ്ങൾ. അതിലിപ്പോ ഏതൊക്കെയാണ്? ഇതിൽ പ്രധാനപ്പെട്ട 3 ഇവിടെ വന്നിട്ടുണ്ട്. ഏതൊക്കെ? ഒന്ന് ഹർബുൽ ഫിജാർ, അതുപോലെ തന്നെ ഹർബു ദാഹിസ് വൽ ഖബ്റാ, പിന്നെ ഹർബുൽ ബസൂസ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി വേറൊരു യുദ്ധമുള്ളത് ഇപ്പോൾ ഹർബു ബിആസ് എന്ന് പറയുന്നതും അക്കാലഘട്ടത്തിൽ നടന്ന ഒരു യുദ്ധം തന്നെയാണ്. എന്നാൽ ഹർബു ദീഖാർ എന്ന് പറഞ്ഞ മറ്റൊരു യുദ്ധവും കൂടെ നമ്മളൊന്നുകൂടെ ഓർത്ത് വെക്കേണ്ട ഒരു യുദ്ധമാണ്. അപ്പൊ ഇതിലിവിടെ ബക്കറും തഗലബും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ചോദിച്ചത്. എല്ലാവരും ആൻസർ ചെയ്തതുപോലെ തന്നെ ഹർബുൽ ബസൂസ് ആണ്. എന്നാൽ ദാഹിസ് വൽ ഖബ്റാ ആരൊക്കെ തമ്മിലാണ് നടന്നിട്ടുള്ളത്? ദാഹിസ് വൽ ഖബ്റാ വേഗം പറയാം, ആർക്കും പറയാം. ദാഹിസ് വൽ ഖബ്റാ. ദാഹിസ് വൽ ഖബ്റാ എന്ന് പറയുന്നത് 2 ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധമാണ്. ഏതൊക്കെയാണ് ആ ഗോത്രങ്ങൾ? അതെ അതെ, അബസ് ദുബിയാൻ. അതെ, അബസും ദുബിയാനും തമ്മിലാണ് നടന്നിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ നമ്മുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന യുദ്ധങ്ങളാണ്. കാരണം അപ്പോ ഇനിയിപ്പോ ഇതില് നമുക്ക് മറ്റൊരു ചോദ്യം വരെ, ബസൂസ് എന്ന യുദ്ധത്തിലെ യോദ്ധാവ് അല്ലെങ്കിൽ ബത്തല് ആരായിരുന്നു? ആ ബത്തല് നമ്മുടെ പിന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ ഹർബ് ദാഹിസ് വൽ ഖബ്റാവുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന ഒരു ബത്തല്, അതും ഇതേപോലെ തന്നെ നമുക്ക് ലിറ്ററേച്ചറുമായി വളരെ പ്രധാനമുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്നതായത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധങ്ങളെ കുറിച്ച് ഇതേപോലെ ചോദിക്കുന്നത്. പിന്നെ ഹർബുൽ ഫിജാർ, അതിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പേ അഥവാ ജാഹിലി കാലഘട്ടത്തിൽ പങ്കെടുത്ത ഏക യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ ഒരു നോളേജ് നമുക്ക് ഈ ഏരിയയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായാൽ തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു ചോദ്യമാണ് ഇതിപ്പോ ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ വസ്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബഹറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോ എല്ലാവർക്കും അറിയാം അല്ലെ? അതെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബഹറു ത്വവീൽ. അപ്പോ 10 മുഅല്ലഖയുമായി ബന്ധപ്പെട്ടും നമുക്ക് ചെറിയ ഒരു ധാരണ ഇതേപോലെ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് അഷ്അറുൻ നാസി അൽ ആയിഷ ഇതാ ഡാഷ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ സിലബസിൽ 3 ആളെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ആയിഷ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു പിന്നെ സിലബസിൽ വന്നിട്ടില്ല. പക്ഷെ 2023 എക്സാമിന് ചോദിച്ചതാണ്, ആയിഷയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പ്രാഥമികമായ വിവരം നമുക്ക് അക്കാലഘട്ടത്തിലെ ആ ഒരു ജാഹിലി ലിറ്ററേച്ചറിൽ വരുന്ന പ്രത്യേകിച്ച് അസ്ഹാബുൽ മുഅല്ലഖാത്തിലെ ആളുകളെ കുറിച്ചൊക്കെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇനി ഇതേപോലെ ഒരുപാട് ഏരിയകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രധാനപ്പെട്ട ഏരിയകളാണ് നമുക്കറിയാവുന്ന ഇപ്പോൾ ഇൻഡോ അറബിക് ലിറ്ററേച്ചർ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മോഡേൺ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ. മോഡേൺ ലിറ്ററേച്ചറിൽ ഒന്നിപ്പോ സാധാരണ ഇപ്പോൾ ചോദ്യം വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അൽ ഹറക്കാത്തു വൽ മദാരിസ് അൽ അറബിയ. എന്ന് വെച്ചാൽ ട്രെൻഡ്സ്, അതുപോലെ തന്നെ മൂവ്മെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ക്രിട്ടിസിസവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനറൽ പേപ്പറിലെ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും PYQ ഡിസ്കഷൻ ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അത് ഓരോ ദിവസവും ഗ്രൂപ്പിൽ വരും. ആരൊക്കെ കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കുന്നു അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നുള്ളത് ഒരിക്കലും അഡ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുന്ന കാര്യമല്ല. കോർഡിനേറ്റർ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന വിഷയം, അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന വിഷയം, അതൊക്കെ കൃത്യമായി ഗ്രൂപ്പിൽ നടക്കുന്നതായിരിക്കും. പക്ഷേ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് കൂടെ സഞ്ചരിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാധാരണ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബലാഗയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ്
ഇൽമുൽ ബദീഇൽ ജിനാസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് ജിനാസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ജിനാസ് എന്ന് പറഞ്ഞാൽ? ആർക്കും പറയാം? ജിനാസ് يتشابه الأفلام في النتائج ويختلفا في المعنى. ഓക്കെ, അഹ്സൻത. അതെ, എന്ന് വെച്ചാൽ അയ്യത്തഷാബഹൽ ലഫ്ലാനി അല്ലെങ്കിൽ അയ്യത്തഫിഖൽ ലഫ്ലാനി ഫിന്നുതഖി, ഉച്ചാരണത്തിൽ രണ്ട് ലഫ്ലുകൾ ഒരേപോലെ വരാം. വയഖ്തലിഫ ഫിൽ മാന, അവ അർത്ഥത്തിൽ വ്യത്യാസപ്പെടുകയും ചെയ്യാം. അപ്പൊ അതിന് ഒരു ഉദാഹരണമായിട്ട് പോലും പറയാറുള്ളത് ഒന്നിപ്പോ സെറ്റാണ്. എന്ന് വെച്ചാൽ അടുത്ത സെറ്റിൽ നമുക്ക് സെറ്റാക്കാം, എന്ന് വെച്ചാൽ അടുത്ത സെറ്റ് നമുക്ക് സെറ്റാക്കാം എന്ന് പറയും. അതെന്തിനുള്ള ഉദാഹരണമാണ്? ജിനാസിനുള്ള ഉദാഹരണമാണ്. അതേപോലെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉറപ്പിച്ച് വെക്കുക, അടുത്ത സെറ്റ് അത് ഇൻഷാ അല്ലാ ഞാൻ സെറ്റാക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുക. നമ്മൾ അതനുസരിച്ച് നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോവുക. നിങ്ങൾ കൂടെയുണ്ടോ, ഇൻഷാ അല്ലാ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികൾ ഇൻഷാ അല്ലാ നമ്മൾ തുറന്നു തരുന്നതായിരിക്കും. ആ രൂപത്തിൽ ഓരോരുത്തരും കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കൽ കൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ എണ്ണം കുറവായി എന്നുള്ളത് കൊണ്ട് നമ്മൾ കോഴ്സിന്റെ ആ ഒരു ധന്യത അല്ലെങ്കിൽ അതിന്റെ സിലബസ് കവർ ചെയ്യുന്നിടത്തൊന്നും നമ്മൾ കുറവ് വരുത്തൂല. കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ അതിപ്പോ സെറ്റ് ഈ ഒരു നമ്മുടെ ഫോക്കസിൽ മാത്രമല്ല, പൊതുവെ സെറ്റ് എക്സാമിന്റെ കോച്ചിങ് തന്നെ ആരും നടത്താറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ കുറവാണ്. ഒന്ന് പോലെ MA BEd ഇത് രണ്ടും ഉള്ള ആളുകൾക്കാണ് സെറ്റ് എഴുതാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഏരിയ എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കോച്ചിങ് തിരഞ്ഞുന്ന ആളുകൾ കുറവാണ്. എന്നാൽ പോലും നമുക്ക് ഓരോ തവണയും ഇതേപോലെ കുട്ടികൾ കുറവാണെങ്കിലും നമ്മളത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിതായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യാം. അതിപ്പോൾ ഒരാളാണ് പാസ്സാവുന്നതെങ്കിലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും അതിൻ്റെ ഒരു നല്ല വശമായി കാണുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ രൂപത്തിൽ ഇൻഷാ അല്ലാ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് ഉപയോഗപ്പെടുത്തി ലക്ഷ്യത്തിലേക്ക് എത്താൻ, സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന് ഇത്രയും സമയം ശ്രവിച്ചതിന് നന്ദി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗായിക്കും വഇലാഹുന അത്റുക്കുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകളും അതേപോലെ ലൈവ് സെഷൻസിലൊക്കെ നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാ കണ്ടുമുട്ടാം. ഇനി ഇൻഷാ അല്ലാ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് റുദ്ദീൻ സാറ് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് സെറ്റിന്റെ പുതിയ ബാച്ചിലെ മെമ്പർമാരെ, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ സെറ്റുമായി ബന്ധപ്പെട്ട സെറ്റ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വിഷയവും അതിന് എങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ് എന്നുള്ള വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ സംസാരം അധികമൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയം ഒരുപാട് ആയിട്ടുണ്ട്. നമുക്കറിയാം, ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ മുൻപ് ഇപ്പോൾ ഖാലിദ് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി നമ്മൾ സിലബസ് നന്നായി മനസ്സിലാക്കണം. ഓൾഡ് ക്വസ്റ്റ്യൻ നമ്മൾ റെഫർ ചെയ്തിരിക്കണം. ഓൾഡ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുന്ന രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനേക്കാൾ അപ്പുറം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാം. ആ ആവർത്തിച്ച് വരിക എന്നുള്ളൊരു കാര്യം സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ അധികമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഓൾഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിക്കൊണ്ട് ഒരുപാട് എക്സാമുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെറ്റ് എക്സാമിന്. അപ്പൊ നമ്മൾ സിലബസ് നന്നായി നോക്കി ഓൾഡ് ക്വസ്റ്റ്യൻ അവലോകനം ചെയ്ത് ആ രൂപത്തിലുള്ളൊരു ചർച്ചയിലൂടെയുള്ള പഠനമായിരിക്കണം നമ്മൾ. ആ ഒരു ശൈലിയാണ് ഫോക്കസ് അക്കാഡമി നിങ്ങൾക്ക് അറിയുന്നത് പോലെ സെറ്റ് എക്സാമിനടക്കമുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിന് മുൻപത്തെ കലിസാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളും നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ എക്സാമുകളുടെ ചരിത്രം നോക്കുമ്പോൾ അവസാനം നടന്ന സെറ്റ് എക്സാമിലൊക്കെ അൽഹംദുലില്ലാഹ് ഫോക്കസ് അക്കാദമിയിൽ വിജയ ശതമാനം വളരെ അധികമായിരുന്നു. നോർമലി സെറ്റിന് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ശതമാനത്തിനേക്കാൾ ഒരുപാട് ശതമാനം കൂടുതലായിരുന്നു ഫോക്കസ് അക്കാദമിയുടെ സ്റ്റുഡൻസിന് സെറ്റ് കിട്ടുന്നത്. അങ്ങനെ ഒരു സെറ്റ് അത്രയും കൂടുതൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഫോക്കസ് അക്കാദമിയിൽ കൂടുതൽ കിട്ടാൻ കാരണം അൽഹംദുലില്ലാഹ് കഴിഞ്ഞ സെറ്റ് എക്സാം ഫോക്കസ് അക്കാദമി സെറ്റിന്റെ എക്സാമിന്റെ ക്ലാസ് തുടങ്ങിയത് മുതൽ ഇതുവരെ നമ്മൾ പഠിപ്പിച്ച ഏരിയയിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ എക്സാമിന് വരാനുള്ള ഒരു കാരണം നമ്മൾ ഒന്നാമത് ഓൾഡ് ക്വസ്റ്റ്യൻ നന്നായി റെഫർ ചെയ്തുകൊണ്ടാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നത്. മറ്റൊന്ന് സിലബസ് നന്നായി മനസ്സിലാക്കിയാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എക്സാമുകളിൽ നമ്മൾ പഠിപ്പിച്ച നോട്ടുകളിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ജനറൽ അടക്കം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു വിജയം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് തുടക്കം മുതൽ തന്നെയുള്ള ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സും നന്നായി ശ്രദ്ധിക്കുകയും അതിലൊക്കെ അറ്റൻഡ് ചെയ്യുകയും ഗ്രൂപ്പിലൊക്കെ നന്നായി ആക്റ്റീവ് ആവുകയും ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഈ തൊട്ടടുത്തുള്ള സെറ്റിൽ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അല്ലാഹു ഖൈറാ നിലയ്ക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിച്ചു തീരുമാനാകട്ടെ. നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനത്തെ ഒരു ലക്ഷ്യമല്ല, നമ്മളുടെ ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടെയുള്ള കേട്ടിട്ട് നമുക്ക് പലർക്കും കിട്ടി. ഇനി സെറ്റ് വേണം, നെറ്റും JRF വേണം. ഇൻഷാ അല്ലാഹ് PSCയിൽ LP യും UP യും പോരാ, HST തന്നെ വേണം. അതിലേക്കുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടയിലുള്ള ഒരു മാർഗം മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ സെറ്റ്. ഈ സെറ്റ് അടക്കം HST അടക്കമുള്ള പ്രധാനപ്പെട്ട എക്സാമുകളിൽ നല്ല മാർക്കോട് കൂടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അള്ളാഹു എത്തിക്കട്ടെ. അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങളും കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ സംസാരം നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ സുഹൃത്തുക്കളെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സദ്ദീൻ സാർ ഇപ്പോൾ ഊന്നി പറഞ്ഞത് നമ്മൾ നിങ്ങൾക്ക് നൽകാനുള്ളത് ഇൻഷാ അല്ലാഹ് നൽകുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ ഉസാമ സാറ് ഒരു യാത്രയിലായത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഷെഡ്യൂള് നാളെ ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും, നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഷെഡ്യൂള്. ഇന്ന് സാറ് ചെറിയൊരു തിരക്കിലായത് കൊണ്ടാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്ലാസ് ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ രൂപം ഉണ്ടാവുക. പിന്നെ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തുക. തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാവുന്നതുമാണ്, ചോദിക്കാവുന്നതുമാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഇൻഷാ അല്ലാഹ് ഷെഡ്യൂള് സാറ് ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും, അതനുസരിച്ച് ക്ലാസ്സുകൾ ലഭിക്കുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഈ ഒരു സെറ്റ് എക്സാം എല്ലാവരും സെറ്റാക്കണം എന്ന് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. വശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.